മറികടക്കാൻ പാഞ്ഞ സ്വകാര്യ ബസിന്റെ അപകട യാത്രയിൽ നിന്ന് ബൈക്ക് യാത്രയ്ക്കൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വലിയ ഒരു അപകടം, വലിയൊരു സംഭവം പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ ഉണ്ടാകുന്നത്. സിഗ്നൽ മറികടക്കാൻ പാഞ്ഞെത്തിയ സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ ബൈക്ക് യാത്രികനെ അപകടകരമായ രീതിയിൽ കടന്നുപോകാൻ ശ്രമിച്ചത്. അത് ബസ് പൂർണ്ണമായും ബൈക്കിന്റെ പിൻചക്രത്തിലൂടെ കയറി ഇറങ്ങി ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും പത്തനംതിട്ട ടൗണിൽ മിക്കയിടത്തും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ സിഗ്നൽ മറികടക്കുന്നത് പതിവ് സംഭവമായിട്ടുണ്ട്. അമിത വേഗതയാണ് മിക്ക സ്വകാര്യ ബസ്സുകൾക്കെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോയുടെ ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തായിരിക്കും ടോപ്പിക്ക്. ഈ ഒരു ബസ് ആക്സിഡൻറ്റ് മീൻസ് നടന്നതെന്ന് വെച്ചാൽ പത്തനംതിട്ട സെൻറ്റ് പീറ്റർ ജംഗ്ഷൻ വെച്ചാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഒരു 2-3 ദിവസം മുന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടത്. മേ ബി ഒരു 3-4 ദിവസം ആയിട്ടുണ്ടാകും ചിലപ്പം ഈ ഒരു ആക്സിഡൻറ്റ് മീൻസ് ഈ ഒരു സംഭവം നടന്നിട്ട്. പക്ഷേ യൂട്യൂബിലോ ഒന്നും നമ്മൾ ഈ ഒരു വീഡിയോ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ആകെപ്പാടെ ഈ ഒരു വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ FBയിലാണ് കണ്ടത്. എന്താണ് ഇപ്പം സംഭവിച്ചത് ആദ്യം തന്നെ പറയാമല്ലോ. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മൾ ഈ ഒരു കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം ഏതൊരു സംഭവത്തിലാണെങ്കിൽ പോലും. ഇപ്പം ഈ ഒരു മാർച്ച് തുടങ്ങിയപ്പം അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് നമ്മളിപ്പോൾ ഓരോ ക്രൈംസ് നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. അപ്പം ആർക്കും ഒന്നിലും ഒരു പേടിയില്ല. കാരണം നമ്മുടെ ആ ഒരു നിയമവും കാര്യങ്ങളും ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ക്രൈം നടന്നാലും നമ്മളെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കുറച്ച് കൂട്ടരുണ്ട്. അവർ നമ്മളെ രക്ഷപ്പെടുത്താനുണ്ട് ഇല്ലേ, രക്ഷപ്പെടുത്താനുണ്ട്. അത് കാരണം തന്നെയാണ് ഈ ഓരോ ക്രൈംസ്. ഒരു എന്താണ് പറയുക, ഇപ്പം ഒരു 10ാം ക്ലാസ് പരീക്ഷയിൽ എഴുതാനിരുന്ന ഒരു ആങ്കൊച്ചാണ് ഇപ്പം ഈയിടെ മരണപ്പെട്ടത്. അതിനൊരു മനുഷ്യാവകാശക്കാരും ഇവിടെ വന്നില്ല ഇല്ലേ. പക്ഷെ അത് കുറ്റവാളികൾക്ക് അവിടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാർ വന്നു, അവരെ പരീക്ഷ എഴുതിച്ചു. അങ്ങനെ പല പല കേസുകളും. ഞാനിപ്പം അത് എടുത്ത് പറയാനായിട്ടല്ല ഞാൻ വന്നത്. ഈ ഒരു ബസ്സിൻ്റെ തന്നെ ഒരു കേസ്, ബസ്സിൻ്റെ അല്ല, ഒരു വാഹനം ഓവർ സ്പീഡിൽ പോകുന്നു, ടേക്ക് ഓവർ ചെയ്ത് പോകുന്നു. അവർക്കൊന്നും ഒരു പേടിയും ഭയവും ഇല്ല. കാരണം കുറച്ച് ഒരു നല്ല പൈസയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇത്രയും ലക്ഷം രൂപ കെട്ടിവെച്ചാൽ അവർക്ക് ആ ഒരു കേസിൽ നിന്ന് ഊരി പോകാവുന്നതേ ഉള്ളൂ. കാരണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമം. ഞാൻ എനിക്കുണ്ടായതുപോലെ ഒരു 2-3 അനുഭവങ്ങൾ ഈ ഒരു ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം, അങ്ങനെ എനിക്കും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വന്നത്. ഞാനിപ്പം 2 വീലർ ഓടിക്കാൻ തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു 2-2.5 വർഷം ആയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാനിപ്പം കേരളത്തിൽ വന്നിട്ട് ജോലിക്ക് കയറിയിട്ടും ഒരു 3.5 ഇയേഴ്സ് അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഈ 2 വീലർ എടുക്കുന്നതിന് മുന്നേ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 1 കിലോമീറ്ററോളം വീട്ടിൽ നിന്ന് നടന്നാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബസ് കയറിയിട്ട് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ബസ്സിൽ വന്ന് ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ മീൻസ് വീട്ടിലോട്ട് തിരിച്ച് വരുമായിരുന്നു. ബസ്സിൽ വന്ന് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. അപ്പം അവിടെ ആ ബസ് കണ്ടക്ടർ പറയുന്നുണ്ടായിരുന്നു, ഒരു വയസ്സായ സ്ത്രീ, അവർക്ക് നടക്കാൻ വയ്യ, കാലെടുത്ത് വെക്കാൻ പോലും വയ്യ. അവരോട് പറയുന്നുണ്ട്, ഈ ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ കയറുമല്ല, അപ്പം നിങ്ങൾ ബാക്കിൽ നിന്ന് പോയി കയറുന്നു. പക്ഷെ അവർക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു. അതുപോലെ കാല് പൊക്കി പോലും വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. ഫ്രണ്ട് ഏരിയയിൽ നിന്ന് ആൾക്കാർ അത്രയും ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ കാലെടുത്ത് വെക്കുകയും ആ കണ്ടക്ടർ കണ്ടു അവർ കാലെടുത്ത് വെക്കുക. പക്ഷേ അയാളുടെ ദേഷ്യം കാരണം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അയാൾ. അവരോട് പുറകെ പോയി നിന്ന്. വയസ്സായ സ്ത്രീയാണ്, ഒരു ഓക്കെ ഒരു 40-45 ഏജ് ഉള്ളൊരു ആളാണെങ്കിലും പോട്ടെ നമുക്ക് പറയാമായിരുന്നു, അവർ നടന്നുപോയി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-65 വയസ്സുള്ള പുള്ളിക്കാരത്തെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നടക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒന്ന് കയറി ചവിട്ടാൻ, സ്റ്റെപ്പ് ഒന്ന് ചവിട്ടാൻ, അതിൻ്റെ ആ ഒരു ചവിട്ടുന്നടം ഒന്ന് ചവിട്ടാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ ഒരു ബസ് കണ്ടക്ടർ അയാൾക്ക് ദേഷ്യം വന്നു. അവർ ആ പറഞ്ഞിടത്തൊന്നും കയറിയില്ല. അവർ കാലെടുത്ത് വെക്കുകയും പെട്ടെന്ന് ബെല്ലടിക്കുകയും ഡ്രൈവർ വണ്ടി വിടുകയും കൂടായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് അവരവിടെ വീഴാഞ്ഞത് സത്യം പറഞ്ഞാൽ. ഈ ബസ് അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ ഇപ്പം കൂടുതലും നമുക്ക് എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ആണ് നമ്മൾ കൂടുതലും കണ്ടത്. അവർ ഓട്ടപ്പാച്ചിലാണ്, റേസാണ് അവർ നടത്തുന്നത്. അല്ലാതെ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് സർവീസ് ചെയ്യാനല്ല അവർ സത്യം പറഞ്ഞാൽ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റേസ് ചെയ്യാനാണ് വാഹനങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ റോഡിൽ ഓടുന്നത്. കൂടുതലും ഞാൻ ഈ ബസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതെൻ്റെ ഒരു അനുഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറൊരു അനുഭവം എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഈയിടെയാണ്, കുറച്ച് നാൾ മുന്നേ ഞാൻ ഹസ്ബൻഡിനെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് തിരിച്ച് വരുമായിരുന്നു. ഓക്കെ. അപ്പം ഞാൻ വന്ന സൈഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, പിന്നെ ഓപ്പോസിറ്റ് വരുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ അങ്ങനെയായിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് ഓൾറെഡി വരുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് ബസ് ആണെങ്കിൽ ബാക്കിലാണ്. ഓക്കെ. എന്നാൽ ഇപ്പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടോ, എന്നാൽ അവിടെ ഒന്ന് സ്ലോ ആക്കുക. ഓൾറെഡി ഒരു ബസ് വരുന്നുണ്ട്, എന്തിനാണ് അത് ടേക്ക് ഓവർ ചെയ്ത് മുന്നേ പോകണം എന്നുള്ളൊരിത്. എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ആൾക്കാരുണ്ടോ ഇല്ലയോ ഒന്നും അറിയണ്ട. ഇടിച്ചു കയറി വന്നു.
എന്തോ ഒരു ഭാഗ്യത്തിന് ഞാനും സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അന്നേരം ഒന്ന് സ്ലോ ആക്കാൻ തോന്നി. എൻ്റെ നേരെയാണ് ആ ബസ് വന്നത്. ഞാൻ റോഡിൽ നിന്ന് വെളിയിലിറങ്ങി എൻ്റെ വണ്ടി. കാരണം എനിക്ക് എൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ എനിക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ വേറെ ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. ഇവർ ബസ് പാഞ്ഞു പോകാൻ നമുക്ക് നമ്പർ നോക്കാനോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് പറയാനോ ഉള്ള ഒരു അവസരമില്ല. പെട്ടെന്നൊരു വെപ്രാളമാണ്. ഞാൻ റോഡിൻ്റെ വെളിയിലോട്ടാണ് എൻ്റെ വണ്ടി പോയത്. അവിടെ പോയി വേറൊരു സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടോട്ട് ആ വണ്ടിയിലോട്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സ്ലോയിലാണ് കൊണ്ട് നിർത്തിയത്. മാക്സിമം ബ്രേക്ക് പിടിച്ച് ഞാൻ നിർത്താൻ നോക്കി, പക്ഷേ അതെനിക്ക് പറ്റിയില്ല. വേറൊരു സ്കൂട്ടറിലോട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്നത്, ഓടുന്ന സ്കൂട്ടറിലാട്ടോ പാർക്ക് ചെയ്ത സ്കൂട്ടറിലോട്ടാണ് കൊണ്ട് ഇടിച്ചത്. അവിടെ 2-3 പേര് കാണുകയും ചെയ്തു. അപ്പം അവർ തന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ബസ് അവരുടെ വഴിക്ക് പോയി. നമുക്ക് നമ്പർ നോട്ട് ചെയ്യാനുള്ള ഒരു ഇതും പറ്റിയില്ല. അത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം സിറ്റുവേഷൻ ഓൾറെഡി എനിക്കൊന്ന് മോൻ പഠിക്കുന്നിടത്ത് എനിക്ക് കൊണ്ടുവിടണമായിരുന്നു. അപ്പം ഞാനും അവനും ഉണ്ടായിരുന്നു. ഓൾറെഡി എന്തായിരുന്നു റോഡിൻ്റെ കുറച്ച് സൈഡിലോട്ട്, മീൻസ് ആ വെള്ളം വരേണ്ട അപ്പുറത്തല്ല കേട്ടോ, ഇപ്പുറത്താണ് കിടക്കുന്നത്. ഒരു വെള്ളത്തിൻ്റെ ഒരു വണ്ടിയാണ് കിടക്കുന്നത്. അവിടെ പാർക്ക് ചെയ്തേക്കാണ്. ഓക്കെ, മീൻസ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് പോന്നു. അവിടെ ഓൾറെഡി ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ബസ് ഓൾറെഡി വരുന്നുണ്ട്. അവർ KSRTC ആരെന്ന് തോന്നുന്നു. അവരെ എന്തായിരുന്നു ഫ്രണ്ടിലോട്ട് വരാൻ, ആ ബസ്സിൻ്റെ ഫ്രണ്ടിലോട്ട് വരാൻ പിന്നിലുള്ള ബസ്സുകാരൻ എന്നാൽ അവിടെ വണ്ടി കിടക്കുന്നു, അവിടെ സ്പേസ് ഇല്ല, ചെറിയൊരു വണ്ടി പോവാണ് എന്നുള്ള ഒരു ഇതും വെക്കാതെ ഇടിച്ചു കയറിയാണ് വന്നത്. എന്തോ ഒരു ഭാഗ്യം, സത്യം പറഞ്ഞാൽ ഭാഗ്യം എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോയി, നമ്മുടെ ജീവൻ പോയി. ആർക്ക് നഷ്ടം? നമ്മുടെ വീട്ടുകാർക്ക് നഷ്ടം. അവർക്കെന്താ, അവർ ചിലപ്പം കുറച്ച് കേസിൽ കിടക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉരുപ്പോകും. കാരണം നമ്മുടെ നിയമം കാര്യങ്ങളും അങ്ങനെയാണ്. മരിച്ചവർക്കോ ചത്തവർക്കോ അനുഭവിക്കുന്നവരൊക്കെ അനുഭവിച്ചോട്ടെ, അല്ലാത്തവരെ സേവ് ചെയ്യാനാണ് നമ്മുടെ നിയമം കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളാണ് എനിക്കുണ്ടായത്. നമ്മൾ ഓരോരുത്തർക്കും ഇതുപോലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ, കേരളത്തിലെ ഈ ഒരു നിയമവും കാര്യങ്ങളും സ്ട്രിക്റ്റ് അല്ലാത്തോളം നാൾ നമ്മൾ ഇങ്ങനെ ഓരോ ക്രൈംസും ഓരോ ദിവസവും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ക്രൈംസ് നമുക്ക് കേൾക്കാൻ കിട്ടും. അതുപോലെ ഇതുപോലുള്ള ആക്സിഡൻസും കാര്യങ്ങളും. ഞാൻ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ബസ്സിൻ്റെ ഒരു സംഭവം വന്നപ്പോഴാണ് ഞാൻ ആക്സിഡൻറ്റ് റേഷ്യോ നല്ല രീതിയിലുണ്ടെന്ന് അറിയാം. എന്നാൽ പോലും ഈ ഒരു വർഷമാണ് ജനുവരി തുടങ്ങിയപ്പോൾ തൊട്ടാണ് കുറേ ആക്സിഡൻസും അല്ലെങ്കിൽ കുറേ ക്രൈം ചെയ്ത് മർഡർ ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് റേഷ്യോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ. ഇങ്ങനെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഓക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോകൾ വരുന്നതായിരിക്കും. എല്ലാവരും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.